നമ്മൾ ഒന്നാമത്തെ അധ്യായത്തെ കുറിച്ചാണല്ലോ ചിന്തിച്ചത്. ഒന്നാമത്തെ അധ്യായത്തിൽ കർത്താവ് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുവാൻ സാധിക്കാതെ പെടുന്നു, നിസ്തുല്യനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്നുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മൾ വായിക്കും തോറും എൻ്റെ കർത്താവിനോട് തുല്യനായിട്ട് ആരും ഇല്ല. അവൻ എന്നെ സ്നേഹിച്ചു. ഇവിടെ 14-ാമത്തെ വാക്യം, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളായി. ദൂതന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ ദൂതന്മാരൊന്നും കർത്താവുമായിട്ട് തുല്യതയുള്ളവർ അല്ല. അവരോട് ഒന്നും തുല്യപ്പെടുത്തി കർത്താവിനെ കുറിച്ച് ചിത്രീകരിപ്പാനോ പ്രസംഗിപ്പാനോ നാം തുനിയരുത്. കർത്താവ് നിസ്തുല്യനാണ്. യഹോവസാക്ഷികൾ എന്താ പറയുന്നത് അറിയാമോ? എന്താ പറയുന്നത്? ദൂതന്മാരിൽ പ്രധാനിയാണ് യേശുക്രിസ്തു. ദൂതന്മാരിൽ പ്രധാനിയാണ് യേശുക്രിസ്തു. അവർക്ക് യേശു കർത്താവിനെ പിതാവിനോട് തുല്യനായിരുന്നവൻ എന്ന് അല്ലെങ്കിൽ തുല്യനായവൻ എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഫിലിപ്പിലേഖനം നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തിയത്. ദൈവത്തോട് സമനായിരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് സമനായിട്ടിരിക്കുന്നവനാണ്. ലോകത്തിൽ വന്നപ്പോൾ അവൻ ദൈവത്വം വെടിഞ്ഞതായിട്ടല്ല നമ്മൾ വായിക്കുന്നത്, അവൻ ദൈവമായിരുന്നവനായിട്ടാണ്. കാരണം ജനിച്ചപ്പോൾ പറഞ്ഞു ഇമ്മാനുവേലാണ് ജനിച്ചിരിക്കുന്നത്. എന്നിട്ട് കർത്താവിന്റെ സ്നാന സമയത്ത് സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, എൻ്റെ ബിലവഡ് സണ്ണാണ്. കർത്താവ് പരസ്യ ശുശ്രൂഷ അവസാനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇല്ലേ? മറൂം മലയിൽ വെച്ച് പറഞ്ഞു. കർത്താവ് മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ ദേവാലയത്തിന് തിരശ്ശീല രണ്ടായിട്ട് മുകളിൽ തൊട്ട് താഴോട്ട് കയറിപ്പോയി. എന്നിട്ട് ദേശത്തെല്ലാം കൂരിരുട്ടുണ്ടായി. ആരെങ്കിലും മരിച്ച സമയത്ത് കൂരിരുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയത്ത് സ്വർഗം ഇടപെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ സ്വർഗത്തിലെ ദൂതന്മാരുടെ കാവലുണ്ടായിരുന്നു. അവിടെ കള്ളന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അവർ സീലൊക്കെ ചെയ്തു വെച്ചിരുന്നു. അതിനൊന്നും ആവശ്യമില്ല, ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞായറാഴ്ച രാവിലെ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? കല്ല് ഉരുട്ടി നീക്കി. വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം സ്വർഗത്തിലേക്ക് കരേറിപ്പോയ സമയത്ത് സ്വർഗം തുറന്നു, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. അവരൊക്കെയും ഈ ദൂതന്മാരൊക്കെയും സേവകാത്മാക്കളാണ്, സെർവൻസ് ആണ്. അവരൊക്കെ സേവകാത്മാക്കളാണ്, സേവ ചെയ്യുന്ന ആത്മാക്കളാണ്. അവരൊരിക്കലും യേശുക്രിസ്തുവിനോട് തുല്യനല്ല എന്ന് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്രയും ഉന്നതനായിട്ടുള്ളവൻ, പിതാവിനോടുള്ള സമത്വം ഉള്ളവൻ, നമുക്ക് വേണ്ടി തന്നെ താൻ താഴ്ത്തിയവൻ, അവൻ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പം കർത്താവിന്റെ വ്യക്തിത്വത്തിന്റെ നിസ്തുല്യത വെളിപ്പെടുത്തുന്ന അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നിസ്തുല്യനായ വ്യക്തി നമ്മുടെ രക്ഷകനായി തീർന്നു. മനസ്സിലായി? ഇങ്ങനെ നിസ്തുല്യനായ വ്യക്തി നമ്മുടെ രക്ഷകനായി തീർന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ അങ്ങ് വിശ്രമിക്കുക എന്നല്ല എഴുതിയേക്കുന്നത്. എന്താ എഴുതിയേക്കുന്നത്? ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ. ഇന്നും നമുക്ക് പ്രയോജനം ചെയ്യുന്ന വ്യക്തിത്വമാണ് യേശു കർത്താവിന് ഉള്ളത്. നമ്മെ സ്നേഹിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവനാണ് യേശു കർത്താവ്. അവൻ നിത്യനാണെങ്കിൽ അവന്റെ സ്നേഹവും നിത്യമാണ്, അവന്റെ സ്വഭാവവും നിത്യമാണ്. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനകാരൻ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? കർത്താവ് നമുക്ക് തുണ, പേടിക്കയില്ല. കർത്താവ് എനിക്ക് തുണ. 13-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയും. അപ്പൊ ഇന്ന് നമ്മെ സഹായിപ്പാനായിട്ട് മതിയായ രക്ഷകനായി കൂടെ നിൽക്കുന്നവനാണ് ഈ വലിയ ഉന്നത സ്ഥാനീയനായ സകലനാമത്തിന് മേലായ നാമം ധരിച്ച ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു യേശു. ഈ സർവശക്തനായ ക്രിസ്തു എന്റെ സഹായകനായിട്ട് ഇന്നും കൂടെ.
ഈ സർവശക്തനായ ക്രിസ്തു, 1-ാം അധ്യായത്തിൽ കാണുന്ന ആ സർവശക്തിയുള്ള ക്രിസ്തു ഇന്ന് എൻ്റെ സഹായകനാണ്. സഹായനായി കൂടെയുണ്ട്. അപ്പൊ നിസ്തുലനായ ക്രിസ്തു ഇന്ന് എൻ്റെ സഹായകനാണ്. അതാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 2-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനും ആവശ്യമാണ്. വായിച്ചു. മുതൽമാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ? അപ്പൊ ഇവിടെ പറയാണ്, കർത്താവ് എത്ര വലിയവനാണെന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ വലിയവനായ വ്യക്തിത്വം നമുക്ക് വേണ്ടി സമ്പാദിച്ച രക്ഷയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന രക്ഷ. അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന ഈ രക്ഷയുടെ മാഹാത്മ്യം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ചിലർക്കെങ്കിലും ക്രിസ്തുവിന്റെ മാഹാത്മ്യം മനസ്സിലാകാത്തതുകൊണ്ടാണ്. ക്രിസ്തു എത്ര വലിയവനാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ രക്ഷയുടെ മാഹാത്മ്യം മനസ്സിലാകാത്തത്. ഇപ്പം ഇന്ത്യയിലെ പ്രധാനമന്ത്രി കൊട്ടാരക്കര വന്ന് എനിക്കൊരു ചായ വാങ്ങിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ മതിമറക്കും. ഇല്ലേ, പ്രധാനമന്ത്രി എന്നെ കാണാൻ വന്നു, എനിക്ക് ചായ വാങ്ങിച്ചിരുന്നു, എനിക്കെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? പറയത്തില്ലേ? ചെറിയ കാര്യം ചെയ്തിരുന്നാൽ. എന്നാൽ ഇത്രയും വലിയവനായ രക്ഷിതാവ് എനിക്ക് വേണ്ടി സമ്പാദിച്ച രക്ഷ എങ്ങനെയുള്ളതാണ്? അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതാണ്. എൻ്റെ പാപത്തിന്, എൻ്റെ ഏതെങ്കിലും നന്മയ്ക്ക് പ്രതിഫലം തന്നെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അനുസരണക്കേടിനും എൻ്റെ ദൈവത്തോടുള്ള മത്സരത്തിനും നൽകേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു. എനിക്ക് പാപപരിഹാരം വരുത്തി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ നാം അഗണ്യമായിട്ട് വിചാരിച്ചാൽ പിന്നെ നമുക്ക് ഒരു ഒഴുകലും ഇല്ല, ഒരു എസ്കേപ്പിസവും ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ദൂതന്മാർ മുഖാന്തരമാണ് അരുളി ചെയ്ത് വചനം കൊടുത്തത്. എന്നാൽ അത് നമ്മൾ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. അത് തന്നെയാണ് 2-ാം അധ്യായത്തിലും പറയുന്നത്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. അപ്പം പഴയ നിയമത്തിൽ ദൂതന്മാർ മുഖാന്തരം പ്രവാചകന്മാർക്ക് അരുളപ്പാട് കൊടുത്ത് നമ്മളോട് അരുളി ചെയ്ത വചനം കൃത്യമായിട്ട് നിറവേറി. അതാണ് ഇവിടെ പറയുന്നത്. സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ? അപ്പൊ ആരംഭത്തിലുള്ളവര് കുറച്ചുപേരൊക്കെ മരിച്ചിട്ടുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ. അപ്പം ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തത് തന്റെ ഇഷ്ടപ്രകാരം. ചിലർ വിചാരിക്കുന്നത് പോലെ അല്ല. അവർക്കത് തെളിയിക്കാനും സാധിക്കും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും, പെന്തക്കോസ്ത് സഭക്കാരനാണ് ഞാൻ, പെന്തക്കോസ്ത് നാളിൽ നടന്ന അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്, നിങ്ങൾ പെന്തക്കോസ്ത് സഭയിൽ ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചേരണമെന്നൊക്കെ പറയും. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചെന്നാണ്. അപ്പൊ അത്രയില്ല, അപ്പൊ നടക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, പെന്തക്കോസ്ത് നാളിൽ നടന്നത് പിന്നീട് ഏതെങ്കിലും ഒരു സമയം നടന്നതായിട്ട് വേദപുസ്തകമുണ്ടോ? ഇല്ല. അന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ കാറ്റടിച്ചു. ഇപ്പൊ എവിടെങ്കിലും കാറ്റടിക്കുന്നുണ്ടോ? ഉണ്ടോ? അന്ന് അവർക്കെല്ലാവർക്കും പിളർന്ന അഗ്നിനാവുണ്ടായി. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? എങ്ങുമില്ല. അവരെല്ലാവരും ഈ കൊടിയ കാറ്റ് അവിടെ നടന്ന നിമിത്തം കൂടി വന്ന വലിയൊരു കൂട്ടത്തോടെ സംസാരിച്ചു. അന്ന് എത്ര പേരാ വീണ്ടും ജനിച്ചത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത്? 120 പേര് കൂടി. 3000 പേര് വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടെ അധികം പേര് അവിടെ കൂടെ ഉണ്ടായി, തീർച്ചയായിട്ടും, ഇല്ലേ? ഒരു 10,000 പേരെങ്കിലും കൂടെ ഉണ്ടായി. അത്രയും പേരെ അവിടെ കൂട്ടി വരുത്തിയത് അവിടെ മൈക്ക് കെട്ടി പിടിച്ചു പറഞ്ഞുകൊണ്ടാണ്. വലിയ കാറ്റടിച്ചത് കൊണ്ട്, ഇല്ലേ? കൊടിയ കാറ്റടിച്ചു, ഒരു സൈക്ലോൺ അടിക്കുന്ന പോലെ അടിച്ചു. അപ്പൊ അവരവിടെ കൂടി വന്നു.
അതുപോലെ ഇപ്പോഴെവിടെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ ഒന്നിൽ നോട്ടീസ് അടിക്കണം, അല്ലെങ്കിൽ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ആരെങ്കിലും അറിയൂ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് അറിയൂ? ഇല്ല. അപ്പൊ അന്ന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് ദൈവം തന്നെ കൊടിയ കാറ്റടിച്ചു, വലിയ ശബ്ദം ഉണ്ടായി. ആൾക്കാരെല്ലാം കൂടെ അവിടെ എന്താ ഇടിവെട്ടിയതാണോ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി ഓടിക്കൂടി. ചെന്നപ്പം കാണാം ഗലീലക്കാരായ സാധാരണ മനുഷ്യരുടെ നാവ് പിളർന്നിരിക്കുന്നത് പോലെ തീ ഇങ്ങനെ പുറപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഈ വന്നവരുടെ ഭാഷകളിൽ സംസാരിച്ചു എന്ന് വായിക്കുന്നു. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിച്ചു എന്ന് വായിക്കുന്നു. മാത്രമല്ല വന്നവരുടെ ആ നാട്ടുകാരുടെ പേരിവിടെ എഴുതിയിട്ടുണ്ട്. ഇല്ലേ? എഴുതിയിട്ടില്ലേ? പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കൂടി വന്നവരുടെ ഭാഷകളിൽ ഇവർ സംസാരിക്കും. എന്ത് സംസാരിച്ചു? എന്തെങ്കിലും അവ്യക്തമായ ഭാഷയല്ല സംസാരിച്ചത്, ദൈവത്തിന്റെ വൻകാര്യങ്ങളാണെന്ന് ഇവർ തന്നെ സാക്ഷ്യം പറയുന്നു. അന്ന് അതുകൊണ്ട് എന്തുണ്ടായി? ദൈവനാമം മഹത്വപ്പെട്ടു, ദൈവവചനം കേട്ടു, അവരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടു 3000 പേര് രക്ഷിക്കപ്പെട്ടു. അപ്പൊ ദൈവം അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകി. അതിനുശേഷം നമ്മൾ കാണുന്നു എന്താ? 8-ാം അധ്യായത്തിൽ ഇവിടെ ശമര്യക്കാരോട് സുവിശേഷം പറഞ്ഞ കാര്യം വായിക്കുന്നില്ലേ? 8-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം വായിച്ചു. വായിച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നു. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനം ഏൽക്കുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. അപ്പം ഇവിടെ നാം വായിക്കുന്നു, അപ്പോസ്തലന്മാർ 2 പേരെ അങ്ങോട്ട് അയച്ചു. അതിനയച്ചെന്നറിയാമോ? ഈ ശമര്യക്കാരും യഹൂദന്മാരും തങ്ങളിൽ സംസർഗമില്ലായിരുന്നു, അയിത്തമുണ്ടായിരുന്നു. അപ്പൊ അയിത്തമുള്ളവര് ഈ ശമര്യക്കാർ വന്ന് ഇവിടെ പ്രസംഗിച്ചാൽ ഇവരെ അംഗീകരിക്കില്ല, ഇവര് എന്ന് അവിടെ പ്രസംഗിച്ചാൽ അവരും അംഗീകരിക്കില്ല. എന്നാൽ ക്രിസ്തുവിൽ ശമര്യക്കാരനുമില്ല യഹൂദനുമില്ല. മനസ്സിലായി? അതിനുവേണ്ടി അത് ദൈവം തന്നെ തെളിയിക്കാനായിട്ട് നടത്തിയ ഒരു സംഭവമാണ്. അന്ന് എന്ത് ചെയ്തു? കൂടിയ കാറ്റടിച്ചില്ല, പിളർന്ന അഗ്നിതാവ് ഉണ്ടായില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോസ്തലന്മാർ അയച്ചവര് എന്ന് കൈവച്ചപ്പം പരിശുദ്ധാത്മാവ് വന്നു. അത് പ്രകടമായിട്ട് ഉള്ള അടയാളത്തോടു കൂടിയായിരുന്നു. അപ്പം കണ്ടവർ അതിശയിച്ചു. അതിൽ ഒരാള് എന്ത് ചെയ്തു? ശിമോൻ എന്ന് പറഞ്ഞ ഒരുത്തൻ എന്ത് ചെയ്ത്? പൈസയും കൊണ്ട് വന്നു. ഞാനും ഇങ്ങനെ കൈ വെക്കുമ്പം ആൾക്കാര് സംസാരിക്കുകയോ പ്രവചനം പറയുകയോ അല്ലെങ്കിൽ അസാധാരണ മനുഷ്യരായിട്ട് കാണപ്പെടുകയോ ചെയ്യണമെന്ന് അവനോട് പറഞ്ഞു, നിന്റെ പണം നിന്നോട് നശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അവിടെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത 2-ാം അധ്യായത്തിലെ പോലെയല്ല. 10-ാം അധ്യായം നോക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 31-ാമത്തെ വാക്യം കണ്ടോ? ജാതിയുടെ ആ വേലി ഇപ്പം പൊളിക്കുകയാണ് ചെയ്തത്. 1-ാമത്തെ സംഭവം 2-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിൽ യഹൂദന്മാർ മാത്രമാണ്. ഇവിടെ 8-ാം അധ്യായത്തിൽ ശമര്യക്കാർ എന്ന് പറഞ്ഞാൽ ആംഗ്ലോഡിയൻസിനെ പോലുള്ള അവര് ജാതികളും യഹൂദന്മാരും തമ്മിലുള്ള മിശ്രിത ജനമാണ്. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ജാതികൾ മാത്രം. അപ്പൊ യഹൂദൻ, ആംഗ്ലോഡിയൻ, പിന്നെ പുറജാതി എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ഈ 3 കൂട്ടരെയും കൂടെ ഒരുമിപ്പിച്ച ഒരു സംഭവമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. അപ്പൊ അപ്പോസ്തലന്മാര് നേതാക്കന്മാരായിട്ടുള്ള ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്. യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പല സഭകൾ പണിതല്ല, ഒരു സഭ. ക്രിസ്തു മൂലക്കല്ലായിരിക്കെ ഒരു സഭ. അതിന്റെ അധ്യക്ഷന്മാരാരാണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 3-ാം അധ്യായത്തിന് 10 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായ താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊണ്ടത്. യേശുക്രിസ്തു എന്നായിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റും തരുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്റെ മേൽ ആരും പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മരം വൈപ്പ് എന്നിവ പണിഞ്ഞെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു.
ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നു എന്താണ്? യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന ഒരടിസ്ഥാനം, അടിസ്ഥാനങ്ങളില്ല, ഒരടിസ്ഥാനം, അതിൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു? പണിതിരിക്കുന്നു എന്നാ വായിക്കുന്നത് അല്ലേ? മറ്റൊരു യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം പണിത കൂട്ടമാണ് അല്ലെങ്കിൽ കെട്ടിടമാണ് സഭ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം, ജാതിമത വ്യത്യാസം കാണിക്കാത്ത ദൈവം സഭയെ ഒന്നിച്ച് പണിയുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒരിടത്ത് നടന്ന് മറ്റിടത്ത് നടന്നിട്ടില്ല, ഉണ്ടോ? അപ്പൊ മൂന്നിടത്ത സംഭവങ്ങൾ നമ്മളിപ്പം വായിച്ചു. അവിടെ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ അതിന്റെ 44-ാമത്തെ വാക്യം, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നത് കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറയുന്നത് എന്താ? എവിടെ നമ്മെ പോലെ എന്ന് പറയാൻ പെന്തക്കോസ്ത് നാളിലെ പോലെ വേണ്ട നടക്കാൻ, അങ്ങനെ നടന്നില്ല. എന്നാലും നമ്മെ പോലെ എന്ത് കിട്ടിയവർക്കും പരിശുദ്ധാത്മാവ് കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 3 സംഭവങ്ങൾ നമ്മളിവിടെ വായിക്കുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു തന്റെ ഇഷ്ടപ്രകാരം. ഇവരാരും തന്നെ പരിശുദ്ധാത്മ പ്രാപണത്തിന് വേണ്ടി കാത്തിരിപ്പ് യോഗം നടത്തിയായിട്ട് എങ്കിലും വായിക്കുന്നുണ്ടോ? ഇത് കാത്തിരിപ്പ് യോഗം നടത്തിയതായിട്ട് വായിക്കുന്നുണ്ടോ? എവിടെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മ പ്രാപണത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പ് യോഗം നടത്തേണ്ടി വന്നില്ല. ദൈവം നേരിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. കാത്തിരിപ്പ് യോഗം നടത്തിയായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവം തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം നമുക്ക് ഉറപ്പി തന്നതുമായ ഇത്ര വലിയ രക്ഷ എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ ദൈവം തന്റെ ഇഷ്ടപ്രകാരം കൈവച്ചപ്പോ ഒരാൾക്ക് കൊടുത്തു, വചനം കേട്ടോണ്ടിരുന്നപ്പോ ഒരാൾക്ക് കൊടുത്തു, അതുവരെ കിട്ടാത്ത അനുഭവം, വലിയ വ്യത്യസ്തമായ അനുഭവമാകുന്ന പിളർന്ന അഗ്നിനാമോടുകൂടി കൊടുത്തു. ഇതെല്ലാം ദൈവം തന്റെ ഇഷ്ടപ്രകാരം കൊടുക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. ഇനി അടുത്തതായിട്ടൊരു സംഭവം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 19-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. 19-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി 12ഓളം ആയിരുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുടെ മേൽ കൈവച്ചപ്പോഴാണ് അവർ കിട്ടിയത്, അല്ലേ? അതുപോലെ തന്നെ പ്രജാതികളാകുന്ന കൊർന്നല്യോസിന് വീട്ടിൽ ചെന്നപ്പം കൈവച്ചപ്പോഴാണ് അവർ കിട്ടിയത്. ചിലടത്ത് കൈവച്ചപ്പം കിട്ടി, ചിലടത്ത് കൈവയ്ക്കാതെ കിട്ടി, അല്ലേ? വിവിധമായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും അത് കേട്ടവർ, അതുപോലൊന്നും ഇപ്പോഴെല്ലായിടത്തും നടക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടവർ എന്ന് പറയുന്നത്. നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമായി വിചാരിച്ചാൽ ദൈവം തന്റെ പുത്രനെ കൊണ്ട് നമുക്ക് സമ്പാദിപ്പിച്ച് നൽകിയ രക്ഷയാണ്. ദൈവം അടയാളം കൊണ്ടും അത്ഭുതം കൊണ്ടും ഉറപ്പിച്ചു തന്ന രക്ഷയാണ്. തന്റെ പരിശുദ്ധാത്മാവിനെ വിവിധ രീതിയിൽ മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിൽ പകർന്നു നൽകിക്കൊണ്ട് നൽകിയ രക്ഷയാണ്. ഇങ്ങനെ നമുക്ക് ഉറപ്പിച്ച് നൽകിയ ഈ രക്ഷയെ അഗണ്യമായി വിചാരിച്ചാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് തുടർന്ന്
ഈ ക്രിസ്തു നമുക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്യുന്നു എന്ന് ഇവിടെ ഈ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പം ഈ അധ്യായം വായിക്കുമ്പോൾ തന്നെ ദൂത് നമുക്ക് മനസ്സിലാകും. എന്താ? സകലത്തിനും കാരണഭൂതനും ആയിരുന്നവൻ, സകലത്തിന്റെ മൂലകാരണമായിരുന്നവൻ കഷ്ടം, അല്ലെങ്കിൽ ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? അതിന്റെ 9-ാം വാക്യം, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ നാം സകലത്തിനും ഉപരിയായിട്ട്, അല്ലെങ്കിൽ മഹത്വവും ബലവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. അതിന് തുടർന്നാണ് വായിക്കുന്നത് സകലത്തിന് കാരണഭൂതൻ. അപ്പൊ സകലത്തിന്റെയും കാരണഭൂതനായിരുന്നവൻ മരണം ആസ്വദിച്ചത് കൊണ്ട് അവനെ നാം ഏറ്റവും ധന്യനായി കാണുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. പറയുന്നത് എന്താണ്? അവൻ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. എന്തുകൊണ്ട് സഹോദരന്മാരെന്ന് വിളിക്കുന്നു? നമ്മളെ ഇന്ന് സഹോദരന്മാരാക്കി, ദൈവമക്കളാക്കി. അപ്പൊ അതുകൊണ്ട് യേശു കർത്താവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ദൈവമക്കളെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, പുത്രന്മാരും പുത്രിമാരും എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരുടെ സഹോദരനാണ്? യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. അവൻ നമ്മെ സഹോദരന്മാരാക്കി. അവനെ കഴിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെങ്കിൽ നമ്മൾ ആരും കൂടാണ്? ദൈവത്തിന് മക്കളുമാണ്. അപ്പം സകലത്തിനും കാരണഭൂതനായവൻ നമ്മൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മരണം ആസ്വദിച്ചത് കൊണ്ട് നമ്മളെ യേശു കർത്താവിന്റെ സഹോദരന്മാരും പുത്രന്മാരുമാണ്, മക്കളുമാണ്. എന്നിട്ട് തുടർന്ന് വായിക്കുന്നത് എന്താണ്? ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മൾക്ക് വേണ്ടി, അതിന്റെ 17-ാമത്തെ വാക്യം, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമാണ്. തന്റെ സഹോദരന്മാരെ പോലെ വിശക്കുക, ദാഹിക്കുക, ക്ഷീണിക്കുക, ഇങ്ങനെ നടക്കുക, അങ്ങനെ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു. അപ്പൊ നടക്കുന്നതിന്റെ പ്രയാസം, ക്ഷീണത്തിന്റെ പ്രയാസം, വിശപ്പിന്റെ പ്രയാസം, ഇല്ലേ? ഇതെല്ലാം ആര് നേരിട്ടറിഞ്ഞു? യേശു കർത്താവ്. അല്ലാതെ ദൂരെ ഇരുന്ന് അറിയുകയല്ല ചെയ്തു, നേരിട്ടറിഞ്ഞു. അങ്ങനെ നേരിട്ടറിഞ്ഞവൻ ഇന്ന് 18-ാം വാക്യം, പരീക്ഷിതനായി കഷ്ടം അനുഭവിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. ഇപ്പോഴും നിങ്ങൾ വിഷമിച്ച് യഹൂദന്മാർ കൊന്നുകളയുമെന്നും പറഞ്ഞ് പേടിച്ചു പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങളെ സഹായിപ്പാൻ മരണപ്പെടേണ്ടി വന്നാൽ തന്നെ ധൈര്യം പകരുവാൻ യാക്കോബിന് ധൈര്യം കൊടുത്തവനായ യേശു നിങ്ങളുടെ അടുത്ത് ഉണ്ട്. നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്ന് നാം ദൈവദിനത്തിൽ വായിക്കുന്നു. അതുപോലെ വിശ്വസ്തത പാലിക്കാൻ, ധൈര്യം പകരുവാൻ യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് കഷ്ടം അനുഭവിച്ചിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ഏറ്റവും വലിയവനാണ് നിങ്ങൾക്ക് വേണ്ടി രക്ഷയൊരുക്കിയത്. അവൻ രക്ഷയൊരുക്കിയതിന് ശേഷം നിങ്ങളെ അനാഥരായി വിട്ടിട്ടില്ല, നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളവനായിട്ട് ഇന്ന് ജീവിക്കുന്നു എന്നുള്ള സന്ദേശമാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ ദൈവാത്മാവ് നൽകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ നോട്ട് എഴുതിയെന്ന് വായിക്കാം. പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്ത വചനപ്രകാരം ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും കൃത്യമായ ശിക്ഷ നൽകിയെങ്കിൽ ദൈവപുത്രൻ മുഖാന്തരം പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്ന് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയും? ആയതിനാൽ നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നാം ആദ്യം കേട്ട് രക്ഷിക്കപ്പെടാൻ വേണ്ടി മുഖാന്തരമായി തീർന്ന ദൈവവചനം ശരി കാര്യമായിട്ട് തന്നെ ഇന്നും മുറുകെ പിടിക്കണം, ഓർത്തിരിക്കണം, ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞു. എന്നിട്ട് പറയാണ്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൈവം ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ആർക്കാ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? മനുഷ്യർക്കാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ദൈവരൂപത്തിൽ സൃഷ്ടിച്ചു, ദൈവ തേജസ്സുള്ളവരായി സൃഷ്ടിച്ചു. എന്നിട്ട് എന്താ ജോലി? എന്താ പറഞ്ഞത്? 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം. ദൈവം ആദ്യമായിട്ട് മനുഷ്യനോട് എന്താ പറഞ്ഞത്? സകല സൃഷ്ടിയുടെ പേരും വാഴട്ടെ എന്നാ പറഞ്ഞത്.
വാഴുവാനായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അവന് കൊടുത്ത ജോലി എന്ന് പറയുന്നത് വാഴുക 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 എന്നുള്ളതാണ്. എന്നിട്ട് നാം വായിക്കുന്നു, ആവർത്തിച്ച് പറയുന്ന കാര്യം വാഴുവിൻ, റൂൾ എന്നാ പറയുന്നത്. ഇതിനെല്ലാം വാഴാനുള്ള ജോലിയാണ് ദൈവം മനുഷ്യന് ആദ്യമായിട്ട് കൊടുത്തത്. തോട്ടം കാക്കുന്ന ജോലിയല്ല ആദ്യമായിട്ട് കൊടുത്തത്, ആണോ? തോട്ടം കാക്കുന്ന ജോലിയാണ് ആദ്യം കൊടുത്തത്. അതെവിടെ എഴുതിയിരിക്കുന്നത്? രണ്ടാമത്തെ അധ്യായത്തിലാണോ? അല്ല, മൂന്നാമത്തെ അധ്യായം. മൂന്നാമത്തെ അധ്യായത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ദൈവം എല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തു, എല്ലാത്തിന്റെ മീതെ വാണോടാൻ പറഞ്ഞു, സകലതും നിന്റെ കീഴാക്കി തന്നിരിക്കുന്നു പറഞ്ഞു. ഉടുപ്പ് വാങ്ങിക്കേണ്ട, ദൈവ തേജസ്സുണ്ട്, അല്ലേ? കൃഷി ചെയ്യേണ്ട, ദൈവം ഒരിക്കൽ പഴങ്ങളുണ്ട്, ആവശ്യം പോലെ വാങ്ങിച്ച് പറിച്ച് കഴിക്കാം. മരുന്ന് വാങ്ങിക്കേണ്ട, കാരണം ഈ പഴത്തിനകത്തൊന്നും മായമൊന്നും ചേർത്തിട്ടില്ല, ഗ്യാസ് അടിച്ചൊന്നും പഠിപ്പിച്ചല്ലേ, മനസ്സിലായി? അപ്പം പോയി ഇഷ്ടം പോലെ പറിച്ച് തിന്നാം. രുചിക്ക് വേണ്ടി പ്രത്യേകം കറി വെക്കേണ്ട ആവശ്യമില്ല, നല്ല മധുരമുള്ള പഴങ്ങളുണ്ട്. അപ്പം നല്ല മധുരമുള്ള പഴങ്ങൾ ഇഷ്ടാനുസരണം പറിച്ചിരുന്ന് ജീവിപ്പാനുള്ള അവകാശവും അധികാരവും ഒക്കെ കൊടുത്ത് ദൈവരൂപത്തിലുള്ള കൊച്ചു ദൈവങ്ങളാക്കിയവരെ ഇവിടെ വാഴിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം ചെയ്തു തന്ന എന്നോട് നിനക്ക് സ്നേഹമുണ്ട്, എല്ലാം തന്നതിന് ശേഷം എന്ന് തെളിയിക്കാനായിട്ട് നീ എന്ത് വേണം? എന്റെ വിലക്കപ്പെട്ട 2 വൃക്ഷമുണ്ട്, അതിൽ നിന്ന് കഴിക്കരുത് പറഞ്ഞു. വിലക്കപ്പെട്ട 2 വൃക്ഷം ഉണ്ട്, അതിൽ നിന്ന് കഴിക്കരുത്, ബാക്കി എല്ലാം കഴിച്ചു, വേറെ ഒരു പണിയില്ല. അപ്പം അതെന്തിനാണെന്നറിയാം? വാസ്തവമായിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവ് ആയിട്ടാണ് ലഭിച്ചത്. എന്നാൽ അവനത് ലംഘിച്ചു. ആര് പറഞ്ഞിട്ടാ? ഇവന് ഒന്നും കൊടുക്കാത്ത സാത്താൻ പറഞ്ഞപ്പോ അവനത് ലംഘിച്ചു. അവന് ഒരു പഴം പോലും കൊടുത്തിട്ട് ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ട്, എന്നാൽ ദൈവം എല്ലാം കൊടുത്തിട്ട് ദൈവത്തോട് അവൻ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു, മത്സരിച്ചു. അപ്പോഴാണ് അവനെ പുറത്താക്കിയത്. അപ്പോഴാണ് അവനോട് പറയുന്നത് തോട്ടം കാക്കണം, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 3-ാം അധ്യായത്തിലേക്ക് വന്ന് നോക്കിയേ. 3-ാം അധ്യായത്തിൽ 24-ാം വാക്യം, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് എരിവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയായി നിർത്തി. അപ്പൊ ഇങ്ങനെ മനുഷ്യനുണ്ടായിരുന്ന ആ പ്രാധാന്യവും മഹത്വവും ഒക്കെ അവൻ തന്നെ നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. ആര് മുകളിലും? യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു ഇനി ഇത് പുനഃസ്ഥാപിക്കുമ്പോൾ എന്ത് കൊടുക്കും? ദൈവത്തിന്റെ തേജസ് കൊടുക്കും. ദൈവത്തിന്റെ തേജസ് കൊടുക്കും. അപ്പം ദൈവത്തിന്റെ തേജസ് കൊടുക്കും. അവർക്ക് തിന്മാൻ പഴം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തേജസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വായിച്ചു നോക്കിയേ. ആ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അതിന്റെ 2-ാമത്തെ വാക്യം, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശം. അപ്പൊ നമുക്ക് ഏത് രൂപം കിട്ടും? യേശുക്രിസ്തുവിന്റെ രൂപം കിട്ടും, ദൈവരൂപം കിട്ടും. അപ്പം ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട രൂപം നമുക്ക് തിരിച്ചു കിട്ടും. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രകാശിക്കുമെന്ന? സൂര്യനെ പോലെ പ്രകാശിക്കും. അന്ന് നീതിമാന്മാർ, നമ്മൾ മുമ്പേ വായിച്ചാണ്, നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ എങ്ങനെ പ്രകാശിക്കുമെന്ന് എഴുതിയേക്കുന്നത്? സൂര്യനെ പോലെ പ്രകാശിക്കും. 13-ാമത്തെ അധ്യായത്തിലാണ് 40-ാമത്തെ വാക്യം, കളകൂട്ടി തീയിലിടുന്ന ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിന് സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ, 43-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 13:43, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അവൻ ദൈവ തേജസ് കിട്ടും,
പിന്നെ പ്രകാശം കിട്ടും. എങ്ങനെയുള്ള പ്രകാശം? സൂര്യനെ പോലുള്ള പ്രകാശം. അപ്പൊ യേശുവിന്റെ രൂപം കിട്ടുമെന്ന് നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിച്ചു. അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി. ഇവിടെ നാം വായിക്കുന്നു സൂര്യനെ പോലെ പ്രകാശിക്കുമെന്ന്. മാത്രമല്ല നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? വാഴ്ചയാണ്. എന്താണ് നഷ്ടപ്പെട്ടത്? ഭരിക്കാനുള്ള അവകാശമാണ് നഷ്ടപ്പെട്ടത്. അതും നമുക്ക് നൽകപ്പെടുമെന്ന് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എന്താ? അവർ എന്നേക്കും രാജാക്കന്മാർ ആയിരിക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും, ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായി. അപ്പൊ യേശുവിന്റെ രൂപം കിട്ടും, സൂര്യന്റെ തേജസ് കിട്ടും, പിന്നെ എന്നും രാജാക്കന്മാരായി. അപ്പം ഹവ്വ എന്ന് പഴം പറിച്ചു തിന്നത് കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഒന്നും കുറയ്ക്കാതെ വീണ്ടും തിരിച്ചു തരും. ആരാ തരാൻ പോകുന്നത്? യേശു കർത്താവ്, സകലത്തിനും കാരണഭൂതനായവൻ. അതാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. അങ്ങനെ നമുക്ക് സകലതും തിരിച്ചു തരാൻ, സകലതും നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ രീതിയിൽ തിരിച്ചു തരാൻ പ്രവർത്തിക്കുന്നവനാണ് ക്രിസ്തു. അതുകൊണ്ട് അവൻ ഇന്ന് നമ്മുടെ പരീക്ഷയിൽ നമ്മെ സഹായിപ്പാൻ പ്രാപ്തനാണെന്നാണ് 2-ാം അധ്യായം പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് അതിന്റെ 17-ാമത്തെ 2:17, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശരായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. കഷ്ടിച്ച് നല്ല ഒരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുണ്ടെന്നല്ല എഴുതിയിരിക്കുന്നു. നഷ്ടപ്പെട്ടത് മുഴുവനും പുനഃസ്ഥാപിക്കുക. അതാണ് കർത്താവിന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അപ്പൊ അങ്ങനെ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി വലിയൊരു വില കൊടുത്തു. എന്താ? 6 മണിക്കൂർ നേരം കയ്പുകാടി കുടിക്കാതെ ക്രൂശിലിങ്ങനെ തൂങ്ങപ്പെട്ട് ഇങ്ങനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനായിട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സഹിച്ചു തീർത്തവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അങ്ങനെ രക്ഷകനെ കുറിച്ച് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രക്ഷകനെ കുറിച്ച് നമ്മൾ എങ്ങും വായിക്കുന്നില്ല, എങ്ങും കേട്ടിട്ടില്ല. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഏറ്റവും വലിയവനാണ് ക്രിസ്തു. 1-ാം അധ്യായം പറയുന്നു. 2-ാം അധ്യായം പറയുന്നു ഏറ്റവും ശക്തനാണ് യേശു ക്രിസ്തു. എന്താ? നമ്മുടെ ഇന്ന് വല്ല കാശ് കിട്ടും ചോദിച്ചാൽ ഇല്ല. നമ്മെ സ്നേഹിച്ച സ്നേഹം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ചു. മലയാളത്തിൽ എഴുതിയപ്പോഴത്തേക്ക് അത്രയ്ക്കുള്ള ഒരു ഗാംഭീര്യത്വം ആ വാക്യത്തിന് കിട്ടുന്നില്ല. അവിടെ ഇംഗ്ലീഷിൽ പറയുന്ന സോ ലവ്ഡ്, ഏറ്റവും അധികം സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവപുത്രനെ പിതാവ് നൽകി, ദൈവപുത്രൻ മരണം ആസ്വദിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്നുപോലും കുറയ്ക്കാതെ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് നഷ്ടപ്പെട്ടത് ഒന്നുപോലും കുറയ്ക്കാതെ മുഴുവനായിട്ട് തരാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തിക്കുന്ന കർത്താവ് പണിയൊക്കെ നിർത്തിവെച്ച് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങുന്നു എന്ന് പറയാൻ പറ്റുമോ? അവൻ പൂർണ്ണമായിട്ട് നമ്മളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടത് പൂർണ്ണമായിട്ട് നൽകി നമ്മളെ യഥാസ്ഥാനപ്പെടുത്താനാണ് അവന്റെ പദ്ധതി. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? മരണമോ കഷ്ടതയോ പീഡനമോ എന്തു വന്നാലും നമുക്കത് സഹിപ്പാനുള്ള കൃപ നൽകി നമ്മളെ ഉറപ്പിച്ചു നിർത്തി നമ്മളെ അന്ത്യത്തോടെ നിലനിർത്തുവാൻ പ്രാപ്തനായവനാണ് ആര്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ വിശ്വാസം, ആ ബോധ്യം വിശ്വാസികളാകുന്ന നമുക്ക് ശരിയായിട്ടുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ഉറച്ചിരിക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ വടക്കേന്ത്യയിലെ 2 അച്ഛന്മാരെ പിടിച്ചു അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ പിടിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പേടിയോ, എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് വിറയിലൂടെ. എന്നാൽ നമ്മുടെ സഭാചരിത്രം പഠിക്കുമ്പോൾ 312 AD 312 വരെ ധാരാളം പേര് കൊന്നു. എങ്ങനെയൊക്കെയാ കൊന്നതെന്നറിയാമോ?
ദുഷ്ടമൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തു. ചിലരെയാണെങ്കിൽ വലിയ വൃക്ഷങ്ങളുടെ ശാഖ പിടിച്ച് അടുപ്പിച്ചിട്ട് കെട്ടി വിട്ടു. ചിലരെയാണെങ്കിൽ തുണി ചുറ്റി എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചു. അപ്പം ചിലരെ ഈർച്ചവാടാൻ പൗലോസിന്റെ ഈർച്ചവാട് കൊണ്ട് അറുത്ത് കിടന്നു. പത്രോസിനെ ചെയ്തു തലകീഴായിട്ട് ക്രൂശിച്ചു. യേശുവിന്റെ ശിഷ്യന്മാരിൽ 11 പേരെയും കൊല്ലി കാണിച്ചു. യേശുവിന്റെ 12ാമത്തെ ശിഷ്യനാകുന്ന യോഹന്നാനെ എന്ത് ചെയ്തു? അവനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരമുള്ള മരങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ഉയരത്തിൽ മാത്രം വളരുന്ന മരങ്ങളെ ഉള്ളൂ. തണല് ശരിക്കില്ലാത്തൊരു സ്ഥലം. അവിടെ അധികം ഇപ്പോഴും അവിടെ ആ സ്ഥലം ഉണ്ട്. അവിടെ പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജിയൻ കടല്, ടർക്കിയുടെ ഒക്കെ അപ്പുറത്തായിട്ട് കാണുന്ന ഒരു കടലാണ്. അപ്പൊ ഉൾക്കടലാണ്. അവിടെയുള്ള ഒരു ചെറിയ ദ്വീപാണ്. ആ ദ്വീപിലേക്ക് നാട് കടത്തിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് വിട്ടതിന് ശേഷം എഴുതിയതാണ് വെളിപ്പാട് പുസ്തകം. അദ്ദേഹത്തിനെ തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കാനായിട്ട് വിധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ എങ്ങനെയോ ദൈവം അത്ഭുതമായിട്ട് തന്നെ രക്ഷിച്ചു. ഏറ്റവും കൂടുതൽ 95 AD അടുത്താണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആയുസ്സും കൊടുത്തു, ഏറ്റവും കൂടുതലായിട്ട് വെളിപ്പാടും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്നത് എന്താണ്? ആ വെളിപ്പാടിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണ്? 22ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവർ എന്നേക്കും ദൈവത്തിന്റെ സ്തോത്രം, എന്നേക്കും രാജാക്കന്മാരായി വാഴാൻ പോവുകയാണ്. രക്ഷിക്കപ്പെട്ടവരെ ദൈവം വഴി കളയത്തില്ല. ദൈവം അവരെ അനാഥരായി വിടുകയില്ല. അവരുടെ കഴുത്തറത്താലും അവരെ തീയിലിട്ട് ചുട്ടാലും അവരെ മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ടാലും അതിനൊക്കെയുള്ള കൃപ ദൈവം കൊടുക്കും. സഹിക്കാനുള്ള കൃപ ദൈവം കൊടുക്കും. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ യാക്കോബ് അവസാനത്തെ പ്രാർത്ഥന എന്താ? പിതാവേ, ഇവർ ചെയ്യുന്നത് നിന്നെ അറിയായിട്ടുണ്ട്, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ? പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടിയാൽ പറ്റൂ. കൃപ പ്രാപിച്ചവനായിട്ട് അവൻ എന്ത് ചെയ്തു? മരിച്ചു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനത്തിൽ 4ാം അധ്യായത്തിന് അവസാനത്തിൽ എന്താ പറയുന്നത്? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആ വാക്യം അറിയാമോ? 2 കൊരിന്ത്യർ 4ാം അധ്യായത്തിന്റെ 17-18. വായിച്ചു. അതിന്റെ 17ാമത്തെ വാക്യം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഞങ്ങൾക്ക് കഷ്ടം പെരുകിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പകരമായിട്ട് നിത്യതരം, ഒരിക്കലും അവസാനിക്കാത്ത പ്രതിഫലം കിട്ടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ 16ാം വാക്യം, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. അടിക്കുന്തോറും ഞങ്ങൾക്ക് സന്തോഷം കൂടുക, എറിയുന്തോറും ഞങ്ങൾക്ക് സന്തോഷം കൂടുക, ഞങ്ങളെ പട്ടിണിയും തോറും ഞങ്ങൾക്ക് സന്തോഷം കൂടുകയാണ്. കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാണ്. അപ്പൊ ഇവിടുത്തെ കഷ്ടങ്ങളെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, ഡോളർ കൊണ്ടുവന്നിട്ട് ബാങ്കിൽ കൊടുക്കുമ്പോൾ കെട്ടുകണക്കിന് രൂപ കിട്ടുന്നത് പോലെ, മനസ്സിലായി? കെട്ടുകണക്കിന് കിട്ടുന്നത് പോലെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം കിട്ടും എന്നുള്ള ബോധ്യം. അതുപോലെ തന്നെ നമ്മളെ പീഡിപ്പിക്കുന്ന സമയത്ത് നമ്മളെ കണ്ട മട്ട് കാണിക്കാതെ കർത്താവ് എവിടെങ്കിലും കയറി വിളിച്ചിരിക്കുമോ? നമ്മുടെ സ്തേഫാനോസിന്റെ കാര്യം വായിക്കുന്നില്ലേ? അപ്പോസ്തല പ്രവൃത്തി 7ാം അധ്യായത്തിൽ ഇല്ലേ? അവിടെ എന്താ വായിക്കുന്നത്? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പം സ്തേഫാനോസ് ആരെ കണ്ടു? അപ്പോഴ് കല്ലെറിയുന്നവരെ കണ്ടു എന്നാണ് എഴുതിയേക്കുന്നത്? അല്ല, കല്ലെറിയുന്നവരെ കാണുകയോ കല്ലിന്റെ വലിപ്പം കാണുകയോ ചെയ്യാതെ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു. പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ മതിയായവരാണെന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാഴ്ച അവൻ കണ്ടു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? അതിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 7ാം അധ്യായത്തിന്റെ 54 മുതൽ വായിച്ചു.
അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. വായിച്ചു. ഇതാ സ്വർഗ്ഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. വായിച്ചു. അവർ ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലക്ക് മേലുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇവിടെ സ്തേഫാനോസ് എറിയുന്നവരുടെ എണ്ണമല്ല നോക്കിയത്, കല്ലിന്റെ വലിപ്പമല്ല നോക്കിയത്. സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവപുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് ആ കാഴ്ച കണ്ടിട്ട് ആ ക്രിസ്തു അവിടെ ഒന്ന് വെളിപ്പെട്ട സ്ഥലം വിട്ടോ? ഇല്ല. അവസാനമായിട്ട് പറയാണ്, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. അവനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു, വിശ്രമം പ്രാപിച്ചു, ഉറക്കം പ്രാപിച്ചു. അല്ലേ? അപ്പം ആ എബ്രായ ലേഖനകാരൻ പറയുന്നു, എത്ര വലിയ രക്ഷകൻ നിങ്ങൾക്ക് രക്ഷകനായി ഉള്ളത് കൊണ്ട് അവൻ നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, ഉപേക്ഷിക്കയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്തേഫാനോസ് കാഴ്ച കണ്ടതുപോലെ ആത്മനിറവ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ വേദന അറിയില്ല, കഷ്ടങ്ങളുടെ ഭയങ്കരത്വം മനസ്സിലാക്കിയില്ല. പിന്നെന്താ, ദൈവപുത്രന്റെ ആ ദർശനം കണ്ട് സംതൃപ്തരായി ഒരു വിശ്വാസി മരിക്കുന്നത് പോലെ മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കഷ്ടങ്ങളിൽ പതറിപ്പോകരുതേ. സഹായിപ്പാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന രക്ഷകൻ എന്നാണ് ഈ 2-ാമത്തെ അധ്യായം പറയുന്നത്. അത് ഞാൻ ഓടിച്ചു വായിക്കും. അവിടെ നാം ഈ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സാരാംശം ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് ക്ലാസ്. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അരുളി ചെയ്ത വചനപ്രകാരം ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും കൃത്യമായ ശിക്ഷ നൽകിയെങ്കിൽ ദൈവപുത്രൻ മുഖാന്തരം പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്ന് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ആയതിനാൽ നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൈവം ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയിരിക്കുന്നത്, മനുഷ്യർക്കാണ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന് സൃഷ്ടിയുടെ മേൽ നൽകിയിരുന്ന ആധിപത്യം, അതാ മുമ്പ് ഞാൻ വിവരിച്ചത്, സകലത്തിന്മേലും വാഴുവിനെന്ന് പറഞ്ഞത് 100% കർത്താവ് പുനഃസ്ഥാപിക്കാനുള്ള ആ പദ്ധതിയുമായിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത്. അല്ലാതെ 99% പുനഃസ്ഥാപിക്കുന്നത്. സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന് സൃഷ്ടിയുടെ മേൽ നൽകിയിരുന്ന ആധിപത്യം പാപനിമിത്തം അവന് നഷ്ടമായി. അത് പുനഃസ്ഥാപിക്കാനായി വാഴ്ത്തപ്പെട്ട കർത്താവ് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം ആസ്വദിച്ചതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. അവിധം സകല സൃഷ്ടിയുടെ ലാക്കും സൃഷ്ടാവുമായ കർത്താവ് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി നമ്മെ നിത്യതേജസ്സിന്റെ ഓഹരിക്കാരാക്കി തന്റെ സഹോദരന്മാരും തനിക്ക് മക്കളുമാക്കി തീർത്തു. അവൻ തന്റെ മരണത്താൽ മരണത്തിന് അധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞിരുന്ന നമ്മെ വിടുവിച്ചു. അവൻ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, പിന്നെയോ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ വന്നത്. കാരണം നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരത്രേ അബ്രഹാമിന്റെ മക്കളല്ല. എല്ലാവരും മക്കളല്ല. അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുമ്പോൾ മൊത്തം യഹൂദന്മാരെയും കൂടെ സംരക്ഷണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരത്രേ അബ്രഹാമിന്റെ മക്കൾ. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ വന്നത് എന്ന് എഴുതിയിരിക്കുന്നു. അവിധം ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാനും തന്റെ സഹോദരന്മാരോട് വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീർന്നു കഷ്ടമനുഭവിച്ചത് കൊണ്ട് പരീക്ഷ അനുഭവിക്കുന്നവരെ സഹായിപ്പാൻ ഇന്നും കരുണയും കഴിവുമുള്ളവനായി വസിക്കും.
ഇന്നും കരുണയും കഴിവുള്ളവനായ യേശു ജീവിക്കുന്നത്. അതാ വിശ്വാസം. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. യേശു വലിയ ആളാണെന്ന് പറഞ്ഞ് റോഡിൽ നിന്ന് പ്രസംഗിച്ചാൽ പോരാ. യേശു എനിക്ക് എല്ലാറ്റിനേക്കാളും വലിയ സഹായിയാണ്, കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണം. സ്തോത്രം. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അത് വേണം എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് ബോധ്യപ്പെടുത്തത്തക്കവണ്ണം പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് ഏത്? ഈ 2-ാമത്തെ അധ്യായം. അപ്പം നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. കർത്താവേ, ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെയുള്ള വിശ്വാസമുണ്ടോ? ആ വിശ്വാസം എനിക്ക് തന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള വിശ്വാസികളായി തീരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ പീഡനം ഭയങ്കരമായി ഇടറിപ്പോയവരെ ധൈര്യപ്പെടുത്താനായിട്ട് എഴുതിയ പുസ്തകമാണിത്. അവരോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു വാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തി 100% അവനെല്ലാം തിരിച്ചു കൊടുക്കാനായി തന്നെ ബലിയാക്കി തീർത്ത ക്രിസ്തു നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ല. നീ അവനിൽ വിശ്വസിക്കണം. ഹബക്കൂക്കിന്റെ പുസ്തകം പഠിപ്പിക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് ഞാൻ അടുത്ത ദിവസം ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തുകൊണ്ടാകട്ടെ.